പെട്ടെന്നൊരു ദിവസം സാഹസികത തലയ്ക്കു പിടിച്ച് അഗ്നിപർവ്വതത്തിനു മേലെ നടന്ന ആളല്ല കരീന. ഇതുവരെയുള്ള കരീനയുടെ സാഹസികതകൾ ആരെയും ഒന്ന് അമ്പരപ്പിക്കുന്നതാണ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ പ്രായം കുറഞ്ഞ ബ്രസീലുകാരി. 2 വശത്തുനിന്നും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കക്കാരി. മൗണ്ട് കേറ്റു കയറിയ ആദ്യ ബ്രസീലുകാരി. അനാക്കോണ്ടയ്ക്കും സ്രാവുകൾക്കുമൊപ്പം നീന്തിയ വനിത എന്നിങ്ങനെ ഒട്ടേറെ സാഹസിക ബഹുമതികൾ സ്വന്തമാക്കിയിട്ടുള്ള ആളാണ് കരീന. സാഹസിക സഞ്ചാരികളുടെ ഇടയിൽ ഒരത്ഭുതമാണ് ഈ യുവതി. ഇതൊക്കെ കാണുമ്പോൾ സാഹസിക യാത്രകളാണ് കരീനയുടെ പ്രൊഫഷൻ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. എമർജൻസി മെഡിസിന്റെ വൈദഗ്ധ്യം നേടിയ ഡോക്ടറാണ് സാവോ പോളോയിൽ നിന്നുള്ള 38-കാരിയായ കരീന. Now going to fire element, I was always fascinated by volcanoes, and in 2017 I was able to become the first person to traverse the largest lava lake. When I tried to find a partner to pull out this record and to do all the rigging for me, I got at least 3 comments saying, "You were crazy. I'm not gonna help you to commit suicide." It was not till I found Frederick, this Canadian rigging specialist, that he at least listened to me. He thought it was crazy, but he's like, "I like crazy too. Let's go, let's try. We'll give it a try. If it's not possible, we just don't make it." During the day, we had easily 45 to 50 degrees Celsius temperature, and that made my small crew tired and dehydrated, looking for rigging around the volcano when we had intense sunlight in our heads all day long. ഭൂമിയിലെ ഏറ്റവും ദുഷ്കരമായ ഭൂപ്രകൃതികളിൽ ഒന്നായിട്ടാണ് എത്യോപ്യയിലെ അഫാർ പ്രദേശത്തുള്ള എർട്ട അലെ അഗ്നിപർവ്വതവും സമീപ പ്രദേശങ്ങളും അറിയപ്പെടുന്നത്. 2011 അടി ഉയരമുള്ള തുടർച്ചയായി പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതത്തിന്റെ ക്രേറ്റർ ഗർത്തം 1187 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുമറിയുന്ന ലാവാ തടാകം. For me, it's a big honor to get this recognition from Guinness World Records, especially on Women's Day, because my entire life I had to face big challenges in television, in my medical practice, but especially in my expeditions as a woman trying to accomplish things that are believed it's more a man thing. So it's time to go for equality, to go for justice.
is like once in a lifetime gift. Yeah, it's a record for the longest Tyrolean traverse over a lava lake. And what a gift for International Women's Day. I'm very proud of it. അഗ്നിപർവ്വതത്തിന് കുറുകെ ലോഹവടം വലിച്ചുകെട്ടാൻ ആങ്കറിംഗിൽ വിദഗ്ധനായ കാനഡ സ്വദേശി ഫ്രെഡറിക് കരീനിയെ സഹായിച്ചു. ലാവ തടാകത്തിന്റെ പല ഭാഗത്ത് ഉറപ്പിച്ച കമ്പികളിലേക്ക് ലോഹവടം വലിച്ചുകെട്ടി ഫ്രെഡറിക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കി. സാഹസിക യാത്രയ്ക്കായി കഠിന ചൂടിലും സംരക്ഷണം നൽകുന്ന തരം വസ്ത്രങ്ങളാണ് കരീന ധരിച്ചിരുന്നത്. I was very focused on what I had to do. There was no place for mistakes. But at the same time, when I realized I was on top of all this lava and I looked down and I see this lava flowing and it was so loud and all the smoke coming, I was fascinated. For a moment, I had to just stop and think, I made it, it's happening. But then again, I started feeling all this heat and I knew I had to get going. So for me to be on top of all that lava, all that heat and in the middle of that volcano was like a dream since I'm very young, and I never knew it was even possible. തടാകത്തിന് കുറുകെ വലിച്ചുകെട്ടിയ ലോഹക്കയറിലൂടെ 392 അടി ദൂരമാണ് കരീന സഞ്ചരിച്ചത്. അങ്ങനെ അഗ്നിപർവ്വതത്തിന് കുറുകെ നടന്ന ഗിന്നസ് റെക്കോർഡ് കരീനയ്ക്ക് സ്വന്തം. ആഫ്രിക്കയിലെ ഏറ്റവും ദുഷ്കരമായ ട്രക്ക് റൂട്ടുകളിൽ ഒന്നാണ് ഇവിടം. എങ്കിലും ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനും ട്രക്കിങ്ങിനും പർവ്വതാരോഹണത്തിനുമായി എർട്ട അലയുടെ സമീപ പ്രദേശങ്ങളിലേക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും സഞ്ചാരികൾ എത്താറുണ്ട്. കൂടുതലും സാഹസിക സഞ്ചാരികളാണ് ഇവിടേക്ക് യാത്ര തിരിക്കുന്നത്. പരിചയസമ്പന്നരായ സംഘാടകർക്കും ഗൈഡിനുമൊപ്പമേ അവിടേക്കുള്ള ട്രക്കിംഗ് അനുവദിക്കൂ. കാഴ്ചകളുടെ ലോകത്തിൽ ഇനിയൊരു ഇടവേള. ഇതാ കേരളത്തിൽ ACC-TMT 550D അസ്തമയ സൂര്യന്റെ നിറത്തിൽ അഗ്നിജ്വാലകൾ ഒഴുകുന്നതുപോലെ ദൃശ്യമാകുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് കാലിഫോർണിയയിലെ യോസമൈറ്റ് നാഷണൽ പാർക്കിലാണ് ഈ ഫയർഫോൾ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ലോകപ്രശസ്തമായ ഈ ഫയർഫോൾ വെള്ളച്ചാട്ടം സന്ദർശിക്കാനായി എല്ലാ ഫെബ്രുവരിയിലും യോസമൈറ്റ് നാഷണൽ പാർക്കിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഫയർഫോൾ എല്ലാ വർഷവും ഫെബ്രുവരിയിലെ വൈകുന്നേരങ്ങളിൽ ഈ വെള്ളച്ചാട്ടം ഒരു വിസ്മയ കാഴ്ചയായി മാറും. അസ്തമയ സൂര്യന്റെ കിരണങ്ങളിൽ തീജ്വാലകൾ ഒഴുകുന്നത് പോലെയാണ് ഇത്. ലോകപ്രശസ്തമായ ഈ ഫയർഫാൾ വെള്ളച്ചാട്ടം സന്ദർശിക്കാനായി എല്ലാ ഫെബ്രുവരിയിലും യോസെമിറ്റ് നാഷണൽ പാർക്കിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്.
mean, obviously there's the photography aspect, and then there's people who like Yosemite, and if you happen to like both the things, then that's probably why you want to keep trying to come back. I'm sure many of these people have come every year. They don't just come once. No matter what your level of expertise is, you're going to go home with pictures that you're going to love, because it's hard to take a picture of Yosemite that isn't great. Photography is probably an excuse to come out here, see the sights. Good excuse to come up here and spend some time. ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ മാത്രമേ യോസെമൈറ്റ് ഫയർഫാൾ ദൃശ്യമാവുകയുള്ളൂ. അത് എല്ലായ്പ്പോഴും സംഭവിക്കാറില്ല. യോസെമൈറ്റിൽ മഞ്ഞ് ഉണ്ടായിരിക്കണം. എല്ലാ വർഷവും ഡിസംബർ മുതൽ ഏപ്രിൽ വരെ മലമുകളിലെ മഞ്ഞുരുകിയാണ് ഈ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. Only occurs in February for a 2-week period and doesn't occur every single year. It depends on if there's water flowing, if you've got a nice clear sky, if you have any clouds or any fog, you won't get this. So you may miss it for years. It may not occur. That's one thing as a photographer, you learn more about weather than anything else. And just looking at this, I'm hoping that it doesn't get any more occluded, any more tight between those cirrus clouds. As the sun's starting to set, the shadows will run across the face of El Capitan. That light source will start to shrink in and just hit the waterfall and cause the water to glow. Yellow, orange, red. Makes it look like lava. മഞ്ഞുരുകാനും വെള്ളച്ചാട്ടം സൃഷ്ടിക്കാനും വേണ്ടി താപനിലയും ഉയർന്നതായിരിക്കണം. ഇല്ലെങ്കിൽ വെള്ളച്ചാട്ടം ഉണ്ടാകില്ല. ആകാശം ഏതാണ്ട് വ്യക്തമായിരിക്കണം. എന്നാൽ മാത്രമേ പാറയിൽ പതിക്കുന്ന അസ്തമയ സൂര്യരശ്മികൾ പ്രതിഫലിച്ച് വെള്ളച്ചാട്ടത്തിന് നിറമാറ്റം സംഭവിക്കൂ. ഫെബ്രുവരിയിൽ 10 ദിവസത്തോളം മാത്രമാണ് ഈ പ്രതിഭാസം ദൃശ്യമാവുക. ആ സമയത്ത് ഫയർഫാൾ കാണാനായി മാത്രം ആൾക്കാർ യോസെമൈറ്റ് നാഷണൽ പാർക്ക് സന്ദർശിക്കാറുണ്ട്. ചൊവ്വയിൽ ആദ്യമായി ഒരു ഹെലികോപ്റ്റർ പറത്തി നാസ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 19 ആദ്യ പറക്കൽ പൂർത്തിയാക്കിയ ഇൻജന്യൂയിറ്റി വീണ്ടും പലതവണ ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ പറന്നുയർന്നു. മറ്റൊരു ഗ്രഹത്തിൽ ആദ്യമായി പറന്ന മനുഷ്യനിർമ്മിത റോട്ടർക്രാഫ്റ്റ് വാഹനമായ ഇൻജന്യൂയിറ്റിയുടെ പ്രത്യേകതകൾ കാണാം. Flight control, confirming that we have DVRs from Ingenuity. Ingenuity is reporting having performed spin-up, takeoff, climb, hover, descent, landing, touchdown, and spin down. Altimeter data confirms that Ingenuity has performed its first flight of a powered aircraft to another planet. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഹെലികോപ്റ്റർ നേരത്തെ നിശ്ചയിച്ച പ്രകാരം 3 മീറ്റർ ഉയരത്തിൽ അടക്കാൻ ശ്രമം നടത്തും.
ഏപ്രിൽ 22-ന് രണ്ടാമത്തെയും 25-ന് മൂന്നാമത്തെയും പറക്കലുകൾ ഇൻജെന്യൂറ്റി വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. മൂന്നാമത്തെ ഫ്ലൈറ്റ് ടെസ്റ്റ് 2021 ഏപ്രിൽ 25-ന് ചൊവ്വയിലെ ജെസറോ ക്രേറ്ററിലെ റൈറ്റ് ബ്രദേഴ്സ് ഫീൽഡിലാണ് നടന്നത്. 80 സെക്കൻഡ് ദൈർഘ്യമുണ്ടായിരുന്ന ഈ പറക്കലിൽ ഇൻജെന്യൂറ്റി 16 അടി ഉയരത്തിൽ ആകെ 328 അടി മുന്നോട്ടും പിന്നോട്ടുമായി പറന്നു. അന്തരീക്ഷ ഘടനയിൽ വലിയ വ്യത്യാസങ്ങൾ ഉള്ളതിനാൽ ഭൂമിയിൽ പറക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ചൊവ്വയിൽ ഒരു ഹെലികോപ്റ്റർ പറത്താൻ. 2 റോട്ടറുകൾ മിനിറ്റിൽ 2500 തവണ കറക്കിയാണ് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഇൻജെന്യൂറ്റി 30 സെക്കൻഡ് നേരം പറന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തെക്കാൾ വളരെ നേർത്തതാണ് ചൊവ്വയുടെ അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളുടെ അംശവും കൂടുതലാണ്. കൂടാതെ ഗുരുത്വാകർഷണവും തീരെ കുറവ്. ഈ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ചാണ് ഇൻജെന്യൂറ്റി ചൊവ്വയിൽ പറന്നുയർന്നത്. ഇൻജെന്യൂറ്റിയിൽ പര്യവേഷണ ഉപകരണങ്ങളൊന്നും ഘടിപ്പിച്ചിട്ടില്ല എങ്കിലും ഭാവി പര്യവേഷണ ദൗത്യങ്ങൾക്ക് ഈ കുഞ്ഞൻ ഹെലികോപ്റ്ററിന്റെ പറക്കലുകൾ മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പാണ്. കാഴ്ചകളുടെ ലോകം ഇവിടെ അവസാനിക്കുന്നു. പുതിയ കാഴ്ചകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.